ഹലോ, നമുക്കിതൊരു ചിക്കൻ കറി വെച്ചാലോ? ചിക്കൻ കറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഇവിടെ കിടക്കട്ടെ, ആവശ്യം വന്നാലോ. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കണേ. അതുകൊണ്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് നല്ല കളറിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടിയും ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. യുഎയിലിപ്പോൾ ഫ്രഷ് ചിക്കനാണ് മേടിക്കണമെന്നുണ്ടെങ്കിലും നാട്ടിൽ കിട്ടുന്ന ചിക്കൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് വെക്കണേ. അപ്പോൾ പിന്നെയും കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നാറുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമൊക്കെ ഉണ്ടാവും ഫ്രൈ ചെയ്യുമ്പോൾ. മസാലകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നല്ലപോലെ അതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഞാനൊരു 1 അവർ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത്, ഓയിൽ വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചിക്കൻ പീസൊക്കെ ഓരോന്ന് വെച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യണില്ല, എന്നാൽ ഷാലോ ഫ്രൈ അല്ലാത്ത രീതിയിലാണ് എടുക്കാറുള്ളത്. കറിക്കായതുകൊണ്ട് അത്രയും മതിയാവും. ഫ്രൈ ചെയ്തിട്ട് വയ്ക്കുന്ന കാരണം കൊണ്ട് ടേസ്റ്റിൽ അങ്ങനെ വലിയ മാറ്റമൊന്നും വരില്ല. ഒരു ഫ്രൈഡിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ കിട്ടുക. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടി മറിച്ചിട്ട് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് തന്നെ അതിന് അടുത്ത മസാല ഉണ്ടാക്കാനുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അപ്പം കുറച്ച് ടൈം സേവ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സവാള ഞാനൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. സവാള എനിക്ക് അത്യാവശ്യം മസാലയോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം, അത് കാരണം കൊണ്ട് കുറച്ചധികം സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. സവാള ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കണം. ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റി വെച്ചോളൂ. ഇതിപ്പോൾ ഫ്രൈ ചെയ്തതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടത് ഇട്ട് കൊടുക്കാം. ഇനി സവാളയും പച്ചമുളകും എല്ലാം നല്ലപോലെ ഒന്ന് വഴഞ്ഞിട്ട് റെഡി ആയിട്ട് വരട്ടെ. നല്ലോണം ഉള്ളി വഴന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മസാലയോട് കൂടിയിട്ട് ഗ്രേവിയൊക്കെ, ഒരുപാട് ഗ്രേവി അല്ല എന്നാലും മസാലയോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കൂടുതൽ ഓണിയൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ജിഞ്ചർ ഗാർലിക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് 2 സ്പൂണ് സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇടാറുണ്ട്, 3 സ്പൂണിൽ കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്ന് സിമ്മിലിടുന്നത് നല്ലതാണ്, അങ്ങനെയാണെങ്കിൽ പൊടി കരിയാതെ കിട്ടും. ഇനി നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തക്കാളി ചേർക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മസാലപ്പൊടികൾക്കൊന്നും കറക്റ്റ് കണക്ക് പറയുന്നില്ല എത്ര സ്പൂൺ വേണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ വീട്ടിലെ മുളക് പൊടി എത്ര എരിവുണ്ട് എന്നൊക്കെ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു, ചൂടുവെള്ളം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മസാല ഒന്ന് സെറ്റാക്കി അതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തത്. അതൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായി വരുന്നവരെ അടച്ച് വെച്ച് വേവിക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഡാർക്ക് കളറൊക്കെ ഉണ്ട് ചിക്കൻ കറിക്ക്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.